അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിന്റെ വാർഷിക പരീക്ഷയുടെ തജ്വീദിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചോദ്യം 1. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിലെ 18, 6, 15 ഖുർആൻ ശരീഫ്, ഹൈഷും ആയയുടെ ഉൾഭാഗം എന്നൊക്കെ തന്നിട്ടുണ്ട്. ചോദ്യം 3. ഇഖ്ഫാഇന്റെ അക്ഷരങ്ങൾ. ഉത്തരം 15. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത്. ഉത്തരം ഖുർആൻ ശരീഫ്. ചോദ്യം 3. ഹൽക്കിന്റെ ഹർഫുകൾ. ഉത്തരം 6. ചോദ്യം 4. നാലിൽ 10 സ്ഥലങ്ങളിൽ നിന്നായി പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഉത്തരം 18. ചോദ്യം 5. ജഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉത്തരം വായയുടെ ഉൾഭാഗം. ചോദ്യം 6. തരിമൂക്കിന് പറയുന്ന പേര്. ഉത്തരം ഹൈഷു. ചോദ്യം 2. തെറ്റ് ശരിയാക്കി എഴുതാം. ചോദ്യം 1. ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം. സിഫാത്ത്. ഉത്തരം ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം മഖ്റജ്. ചോദ്യം 2. മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും റാഉൻ. ഉത്തരം മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും നൂനും. ചോദ്യം 3. പദത്തിന്റെ അവസാനത്തിൽ സുകൂൻ വരികയില്ല. ഉത്തരം പദത്തിന്റെ തുടക്കത്തിൽ സുകൂൻ വരികയില്ല. ചോദ്യം 4. ഫതഹിനെ നീട്ടാൻ കസറിനെ ഉപയോഗിക്കും. ഉത്തരം ഫതഹിനെ നീട്ടാൻ അലിഫ് ഉപയോഗിക്കും. ചോദ്യം 3. ഓരോ ഉദാഹരണം എഴുതാം. 1. ഇദാമും ബിഉന്ന മിമ്മർകദ്ന. ചോദ്യം 2. ഇദാമും ബിലാ ഉന്ന ഫവ ഫീ ഈശത്തിർ റാളിയ. 3. ഇഖ്ലാബ്. ഉത്തരം മിംബദ്. 4. ഇഖ്ഫാ അൻതും. ചോദ്യം 4 വ്യക്തമാക്കാം. ചോദ്യം 1. ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ. ഉത്തരം ഫാ, വാ, പാ, മീം. ചോദ്യം 2. തൊണ്ടയുടെ മുകൾ അറ്റത്തിന് അറബിയിൽ പറയുന്ന പേര്. ഉത്തരം അദ്നൽ ഹൽഖ്. ചോദ്യം 3. തൊണ്ടയുടെ താഴെ അറ്റത്തിന് അറബിയിൽ പറയുന്ന പേര്. ഉത്തരം അക്സൽ ഹൽഖ്. ചോദ്യം 5. ഉത്തരം എഴുതാം. ചോദ്യം 1. മണിക്കൽ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഉത്തരം തരിമൂക്കിൽ നിന്ന് മണിക്കൽ ഉണ്ടാവുന്നത്. ചോദ്യം 2. സുക്കൂനുള്ള നൂനാണെന്ന് മനസ്സിലാക്കണം. എന്തിന്? ഉത്തരം ചില നൂനിന് ഒന്നും കാണുകയില്ല. അത് സുക്കൂനുള്ള നൂനാണെന്ന് മനസ്സിലാക്കണം. ചോദ്യം 6. കല്ലുകൾ യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം. ചോദ്യം 1. ഇദാമും ബിഉന്ന ശ്രദ്ധയോടു കൂടി മണിക്കണം. ചോദ്യം 2. ഇദാമും ബിലാ ഉന്ന മണിക്കാതെ ശ്രദ്ധ ചെയ്യണം. ചോദ്യം 3. ഇഖ്ലാബ്. ഉത്തരം മീമായി മറിച്ചു മണിക്കണം. ചോദ്യം 4. ഇഖ്ഫാ തരിമൂക്കിലേക്ക് മറിച്ചു മണിക്കണം.